വരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത പ്രതിസന്ധി എന്തു തന്നെയായാലും ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ജീവിത ചുറ്റുപാടുകളാണുള്ളത്. ഒന്ന് ചെറുത് ഒന്ന് വലുതെന്ന് പറയാൻ പറ്റത്തില്ല. അവരവർക്ക് അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. അങ്ങനെ പ്രശ്നങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കഴിവുകേടും അനുസരിച്ചാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം പ്രശ്നങ്ങളെക്കാൾ ഉപരി കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിടികിട്ടിയ എല്ലാവരും പറഞ്ഞാൽ എന്താണ്? എല്ലാ മനുഷ്യരും പറയണം, എൻ്റെ അമ്മോ എനിക്കുണ്ടായ അത്രയും സങ്കടം ലോകത്തൊരിടത്തും ആർക്കും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞു. എല്ലാവരും പറയുക, കാര്യം എനിക്കുണ്ടായ അത്രയും വിഷമം ലോകത്ത് ആർക്കും ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരും പറയും. അപ്പോഴേ എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടം ഏറ്റവും വലുതാണ്. അപ്പോൾ നിന്നെപ്പോലെയാണോ എനിക്ക്, എന്നെപ്പോലെയാണോ നിനക്കെന്നൊക്കെ ചോദിക്കും. കമ്പയർ ചെയ്യും. സങ്കടങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സങ്കടം കമ്പയർ ചെയ്യണത് ഓരോ മനുഷ്യൻ്റെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അടിസ്ഥാനപ്പെടുത്തിയാണ്. ചിലർക്ക് നല്ലവണ്ണം പിടിക്കാനുള്ള കഴിവുണ്ട്. മാനുഷികമായിട്ട് തന്നെ ചിലർക്ക് സങ്കടങ്ങളെ പിടിക്കാൻ നല്ല കഴിവുണ്ട്. ചിലർക്ക് ഒരു കഴിവില്ല. മാനുഷികമായിട്ട് ഇപ്പോൾ തന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരപ്പച്ചൻ പറഞ്ഞത് എന്താണ്? ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ്. എന്തിനാണ്? മറ്റുള്ളവരുടെ പിരിഞ്ഞു പോയവരുടെ, എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയവരുടെ അവസാന കുഴിക്കൽ മണ്ണ് വാരി ഇടാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ആ വീട്ടിൽ 4 പേര് ആണ് അപ്രത്യക്ഷമായത്, പിരിഞ്ഞു പോയത്. എന്നിട്ട് ഈ അപ്പൻ ഒറ്റക്ക് അത് താങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട്. ആ പിരിഞ്ഞുപോയി വിട കൊണ്ടുപോയ ആ 4 പേരുടെ നിശ്ചലമായ ശരീരത്തിൽ മണ്ണ് ഇട്ട് വിട കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാവരും പിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് ചിലർക്ക് പിന്നെ എന്തിനാ ജീവിക്കണം തോന്നും, അല്ലേ? പിന്നെ എന്തിനാ ജീവിക്കണം തോന്നും. ഇപ്പം കുഞ്ഞുങ്ങൾ മരിച്ചാൽ പോലും ഇപ്പോഴേ ഈ വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങളുണ്ടാകും. വീട്ടുമാംസം കൊടുത്ത കുഞ്ഞുങ്ങൾ, വീട്ടുമാംസം എന്ന് പറഞ്ഞത് വീട്ടിൽ മാമോദിസ കൊടുക്കും. കാര്യമായി അത് പ്രസവിച്ച ഉടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം അത് കുറവാണ്. ഇപ്പം ഭയങ്കര ട്രീറ്റ്മെൻറ്റും ചൈൽഡ് കെയറും ഒക്കെ ഉള്ള കാരണം ഒത്തിരി മാലാഹപ്പെട്ടിയൊന്നും കാണുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴും മാലാഹപ്പെട്ടിയുടെ ഘോഷയാത്രയായിരുന്നു. ഇപ്പം ആരോഗ്യം, നമ്മുടെ പരിപാലന രംഗം എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ആശാപ്രവർത്തകരും നിങ്ങളവർക്കും ആശാപ്രവർത്തകർക്ക് വരുമ്പോൾ അവർക്ക് വരെ പണിയൊന്നുമില്ല, ശമ്പളം മേടിക്കാൻ. പക്ഷേ അവർ ആണ് അടിസ്ഥാന പ്രവർത്തകർ. അങ്ങനെ എല്ലാം സമൂഹത്തിൽ ചില അതുകൊണ്ടാണ് ഈ മാലാഹപ്പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു 10 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ, ഒരു 60കളിലൊക്കെ 10 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൻ്റെ അകത്ത് 5 മരിച്ചിരിക്കും. ഗർഭിണി ഉൾപ്പെടെ മരിക്കും. അങ്ങനെ എണ്ണം കൂടെയാണ്. വളരെ പണ്ടത്തെ അപ്പാവന്മാരൊക്കെ 3 കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. പണ്ടത്തെ ചരിത്രത്തിൽ നോക്കിയാൽ മതി. ഒരു പുരുഷന് ഒരിക്കലും പ്രശ്നമില്ല, പ്രസവിക്കുന്ന ചേച്ചിമാർക്കേ പ്രശ്നമുള്ളൂ. നിങ്ങളൊക്കെയാണ് ഈ കാലത്ത് രക്ഷപ്പെട്ടതെന്ന് പറയാം. എന്നുവെച്ചാൽ ഒരു പണ്ടത്തെ അപ്പാവന്മാർ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ ഒരാൾ 4 കെട്ടി 3 കെട്ടിയെന്ന് വെച്ചാൽ ഒരാൾ ആ സ്ത്രീ ആ വൈഫ് മരിച്ചിട്ടാണ് ഒരാളെ കെട്ടണത്. അങ്ങനെ 3 കുടി 4 കുടി എന്നൊക്കെ പറയും. അതൊക്കെ എന്ത് വ്യത്യാസമുണ്ടായി ആ മേഖലയിൽ. ഗൈനക്കിൻ്റെ മേഖലയിൽ ഭയങ്കരമായ ഗ്രോത്ത്, സംരക്ഷണം വന്നു. ആ മെഡിക്കൽ സെറ്റപ്പ്, അവിടെ പ്രവർത്തിക്കുന്നവർ, നഴ്സുമാർ, ഡോക്ടർമാർ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സംവിധാനങ്ങളെയും താരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ മൂല്യം ഉയർത്തിപ്പെടുത്തുന്ന പ്രവർത്തകരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഞാൻ പെട്ടെന്ന് മരിച്ചിട്ടുള്ള, പ്രസവിച്ച് മരിച്ച കുഞ്ഞുങ്ങളുടെ കുറേ പെണ്ണെടുത്തിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. ഇപ്പം കുറവാണെന്നേ ഉള്ളൂ ആദ്യകാലങ്ങളിൽ. അപ്പോൾ പ്രസവിച്ച് ആരും ആ വീട്ടിൽ നിലവിളിക്കത്തില്ല. ആ വീട്ടിലാരും നിലവിളിക്കത്തില്ല. അച്ഛൻ കളർ ഉടുപ്പൊക്കെ ഇട്ടാണ് പോണത്, വെള്ള ഉടുപ്പ്. അല്ലാതെ പ്രായമുള്ളവർ മരിക്കുമ്പോൾ ഞങ്ങൾ വയലറ്റ് ഉടുപ്പിട്ടാണ് പോണത്. കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നല്ല പളപള തിളങ്ങുന്ന ദൈവദൂതന്മാരുടെ പോലെയുള്ള ഉടുപ്പിട്ടാണ് പോണത്. അപ്പോൾ അടക്കണത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആരും കരയത്തില്ല. കാര്യം ആ കുഞ്ഞുമായിട്ട് ആർക്കും ബന്ധമില്ലല്ലോ, പ്രസവിച്ച് മരിച്ചു. പക്ഷെ ഒരാൾ കരയും. ആരാണ് കരയണത്? അമ്മ കരയും. അത് നമുക്ക് കാര്യം അവർ ആ 10 മാസം ഇതിനെ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ കുഞ്ഞുമായിട്ടുള്ള ജീവിതവും എല്ലാം അവർ അവിടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അവർ മാത്രം ഇരുന്ന് തേങ്ങി കരയണ കാണാം. നമ്മളവരെ പോയി കൊട്ടി ആശ്വസിപ്പിക്കും. ശിവത്തിനൊക്കെ പോരുമ്പോഴും ചിലർ വീട്ടിൽ ശിവത്തിനോട് വരത്തില്ല. ഈ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ ഞാൻ കുറേ നിന്നിട്ടുണ്ട്. അതൊരു സുവിശേഷ വേലയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഈ അപ്പാപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളോർത്ത് ഞാൻ വിഷയത്തിൽ നിന്ന് പോന്നിട്ടില്ല. ആ വയനാട് ഉരുൾപൊട്ടലിൽ 4 പേരും മരിച്ച് അപ്പാപ്പൻ മാത്രം അവശേഷിക്കുന്നു. അപ്പാപ്പനെന്നും അങ്ങനെ പറയണ്ട്, ഞാൻ മാത്രം ഉദകക്രിയ, അവസാന ക്രിയ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നു. അപ്പോൾ അത് അപ്പാപ്പന് നല്ല പവറാണ് ശരിക്കും. ഈ സങ്കടങ്ങളെ, കുറേ സങ്കടം അനുഭവിച്ച ആളായിരിക്കും പണ്ടേ, ജീവിതത്തിൽ തീയിലൂടെ വന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് ഈ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കണത്. അപ്പം അങ്ങനെ മനുഷ്യർ നിൽക്കും. തീയിലൂടെ വന്നവർ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ വ്യത്യാസം വരും. ക്രിസ്ത്യാനിറ്റി സഹനത്തിന് സഹിക്കാനൊരു കഴിവല്ല നോക്കണത്. ക്രിസ്ത്യാനിറ്റി കഴിവാണ് എവാലുവേറ്റ് ചെയ്യണത്. പക്ഷേ സഹിക്കാനുള്ള കഴിവിനല്ല ഇവാലുവേറ്റ് ചെയ്യണത്. മറിച്ച് ഈ അപ്പാപ്പൻ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ, ക്രിസ്ത്യാനി ആയിട്ട് കാര്യം അറിഞ്ഞില്ലെങ്കിൽ കഥയില്ല. ഇതിൻ്റെ ക്രിസ്ത്യൻ ടെക്നിക്സ് ഉണ്ട്. ക്രിസ്ത്യൻ
അതായത് അതിൻ്റെ ഒരു തന്ത്രവിദ്യ എന്ന് പറയും, ടെക്നിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹനത്തെ കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ കഴിവ് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൺവേർഷൻ നല്ല ശരിക്കും നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടല്ലേ, മെറ്റാബോളിസത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്യുകയല്ലേ ബോഡി ചെയ്യേണ്ടത്. എന്നിട്ട് ബ്ലഡിലൂടെ അത് ബ്ലഡിലേക്ക് ലയിപ്പിക്കുന്ന ബ്ലഡിനാവശ്യമായ മിനറൽസ് കൊണ്ട് ബോഡിയുടെ കോശങ്ങളെ അത് വലുതാക്കുന്നു. ബോഡിയുടെ കോശങ്ങൾ ഈ മിനറൽസ് സ്വീകരിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ആകുന്നു. അങ്ങനെ ബോഡി വലുതാകുന്നു. അങ്ങനെയല്ലേ ശരീരം വലുതായി വരുന്നത്. ഇപ്പോൾ കൺവേർഷനാണ് നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന പയറായിരിക്കും, അതിന് പയറും ആയിരിക്കും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകും, പ്രോട്ടീൻ ഉണ്ടാവും. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ദഹന പചന പ്രക്രിയയിൽ അതിനെ ആ മെറ്റാബോളിസത്തിൻ്റെ പചന പ്രക്രിയയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് മിനറൽസ് മാത്രം രക്തം എടുക്കും. ഇതിൻ്റെ മിനറൽസ്, പ്രോട്ടീൻ അങ്ങനെയുള്ള അതെടുത്തിന് പൊട്ടാസ്യം, ഫോസ്ഫേറ്റ് എല്ലാം രക്തമെടുത്തിട്ട് ഈ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ ആവശ്യമായ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശങ്ങളുണ്ട്. കണ്ണിൻ്റെ കോശം വേറെയാണ്, ചെവിയുടെ കോശം വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ കോശങ്ങളിലേക്ക് കറസ്പോണ്ടിങ് കോശങ്ങളിലേക്ക് സെൻഡ് ചെയ്യും, എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ കൈയുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത് കാതിന് ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഏതെങ്കിലും വൈറ്റാമിൻ ഡെഫിഷ്യൻസി എന്നും പറഞ്ഞ് അവർ പറയും. എന്നിട്ട് അതിനോട് സപ്ലിമെൻ്റൊക്കെ തരും, ബാലൻസ് ചെയ്യാൻ വേണ്ടി തരണതാണ്. വിറ്റാമിൻ ഗുളിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് നോക്കിയിട്ട് ചെയ്യണതാണ് അവർ. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് മെഡിസിൻ അങ്ങനെ ചെയ്യണത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു സ്പിരിച്വൽ മെക്കാനിസം, ഒരു മെറ്റാബോളിസമുണ്ട്. അത് ആധ്യാത്മികമായ പചന പ്രക്രിയ. അത് പലപ്പോഴും വരണത് നമ്മുടെ അനുഭവങ്ങളായിരിക്കും. അനുഭവങ്ങളാണ് ആത്മാവിൻ്റെ ആഹാരം എന്ന് പറയണത്. ആ അനുഭവങ്ങൾ ചിലപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും, ചിലപ്പോൾ സന്തോഷ അനുഭവങ്ങളായിരിക്കും, ചിലപ്പോൾ സങ്കട അനുഭവങ്ങളായിരിക്കും. അനുഭവങ്ങളെ എങ്ങനെ ഒരു പചന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യൻ ആധ്യാത്മിക ശാസ്ത്രം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അനുഭവങ്ങൾ, ഇപ്പോൾ നല്ല അനുഭവങ്ങൾ, പരീക്ഷ ജയിച്ചു, ആ പരീക്ഷ ജയിച്ചത് അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ബേസിക് എന്താണ്? സന്തോഷം അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വിസ കിട്ടി, സന്തോഷം. അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു നമ്മൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കിട്ടി, നമുക്കുണ്ടാകുന്ന വികാരം എന്താണ്? സന്തോഷം. ഈ സന്തോഷത്തിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സന്തോഷം ബേസിക്കായിട്ട് വെറുതെ സന്തോഷമായിട്ട് തന്നെ ഇരുന്നാൽ ചോറായിട്ട് തന്നെ ഇരിക്കും, സാമ്പാർ തന്നെ ഇരിക്കും. വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ദഹിക്കാതെ അജീർണം വെക്കും, അല്ലെ? അജീർണം വരും. ദഹിക്കാത്ത ഭക്ഷണം അജീർണം വരും. ഇതുപോലെ ദഹിക്കാത്ത സന്തോഷമുണ്ട്. അതായത് അനാവശ്യമായ സ്ഥലത്തേക്ക് ചെല്ലണ വികാരങ്ങൾ, ആവശ്യ സ്ഥലങ്ങളിലേക്ക് ചെല്ലണ വികാരമുണ്ട്. ഇപ്പോൾ ഈ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യം ഉണ്ടായത് ജോസ്മി ഷിബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത്, അവൾക്ക് 2 കിഡ്നിക്കും പ്രോബ്ലമാണ്. 2 കിഡ്നിയുടെ പ്രോബ്ലം കിഡ്നിയുടെ തനത് പ്രശ്നങ്ങളല്ല, മറിച്ച് യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമാണ്, മൂത്രസഞ്ചിയുടെ പ്രശ്നമാണ്. മൂത്രസഞ്ചിയുടെ ബലം, അതിനൊരു പിടിച്ചെടുത്താനുള്ള ബലം കുറഞ്ഞു പോകുന്നു. ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റബ്ബർ പോലെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതിനകത്ത് നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവർ കുറഞ്ഞു പോയിട്ട് അതിങ്ങനെ ഒരു ബ്ലഡി ലുക്കായി, രക്തത്തിൻ്റെ ഒരു ലുക്കായി. നമ്മൾ ചുവപ്പ് ബലൂൺ വീർപ്പിച്ച് കിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായി.
അപ്പോൾ ഇത് ഭയങ്കര സീരിയസ് വിഷയമായപ്പോൾ ഇത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ രണ്ട് കിഡ്നിയിൽ നിന്ന് നമ്മളുടെ ഈ ബ്ലാഡറിലേക്ക് പോകുന്ന ആ മൂത്രനാളി ബ്ലോക്കായിരിക്കുകയാണ്. ബ്ലോക്കാകുമ്പോൾ മൂത്രനാളിലേക്ക് കിഡ്നിയിൽ നിന്ന് പോണത് കൊണ്ട് അരിച്ചു പോണത്, അതിന് പകരത്ത് റിട്ടേൺ അടിച്ചിട്ട് മറ്റേ വലത് കിഡ്നിയിലേക്ക് അത് പോവും. ആ മൂത്രം വലത് കിഡ്നിയിലേക്ക് കയറിപ്പോവും. ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും പ്രോബ്ലം. അവസാനം ഇവരുടെ കിഡ്നി ഒരെണ്ണം മുറിച്ച് മാറ്റേണ്ടി വന്നു. അത്രയും സീരിയസ് ആയ വിഷയം. ഒരു കിഡ്നി മുറിച്ച് മാറ്റി. അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്കും എല്ലാം ഉൾപ്പെടെയുള്ള നാളുകളാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി. അവൾ 3-4 ദിവസം ആശുപത്രി കിടന്ന് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് ഇത് തീർത്തത് ഒരു കണക്ക്. എന്തായാലും ഇപ്പോഴും കിഡ്നിയില്ല, നാളിയും ഇല്ലാത്ത രീതിയിൽ നിൽക്കുക. ആ അവസ്ഥയിൽ ജോസ്മി പിന്നെയൊക്കെ ചെയ്യണത് പിന്നെയും പഴയതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മൂത്രനാളി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ്, ബ്ലാഡർ മൂത്രനാളില്ല, മൂത്രസഞ്ചി ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ്. അതിന് ഇനി ചെയ്യാനുണ്ടെങ്കിൽ കുടൽ മുറിക്കണം. കുടലിനെ മുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ട് മൂത്രസഞ്ചിയിൽ തുന്നി പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ, അത് മേജർ ഓപ്പറേഷനാണ്, കുറേ സമയം എടുക്കുമെന്നൊക്കെ പറഞ്ഞ്. അത് ഭയങ്കര പാടാണ്. കാര്യം ഇപ്പോൾ മറ്റേ മൂത്രനാളിക്കും ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകപ്പാടെ ജീവിതം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ സംഭവം. അപ്പം ഇത്രയും മൂർധന്യത്തിലായപ്പോൾ അടുത്ത കിഡ്നിയും കൂടി നഷ്ടപ്പെടുമെന്ന് ജോസ്മിക്ക് തോന്നിയപ്പോൾ അപ്പോഴാണ് അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പം 2 ഈ ലോകചരിത്രം പോലെ ഇരിക്കുകയാണ്. ഇപ്പം ലോകചരിത്രം യേശുക്രിസ്തുവിന് നമ്മൾ കർത്താവിന് AD BC എന്നൊക്കെ പറയത്തില്ലേ, ബിഫോർ ക്രൈസ്റ്റ്, അന്നോ ഡൊമിനി എന്നൊക്കെ പറയും. അത് കർത്താവിൻ്റെ വർഷവും കർത്താവിന് മുമ്പുള്ളതും. ചിലരുടെ ജീവിതചരിത്രം നോക്കാനാണെങ്കിൽ അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണതിന് മുമ്പ് കേട്ടതിന് ശേഷവും വ്യത്യാസമുണ്ട്. അതാ വിഷയം. അത്രയും ഉടമ്പടി ഒരു ഡിസിസീവ് പോയിൻ്റ് ആകുന്നുണ്ട്. ഉടമ്പടി ചിലരുടെ ജീവിതത്തിൽ അവിടെ സാക്ഷ്യം വെക്കുക മനസ്സിലാവും. ഉടമ്പടി എൻ്റെ ജീവിതം ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ ജീവിതം ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും രണ്ടായിട്ട് തിരിക്കാം. ഈ സാക്ഷ്യം പറഞ്ഞ പലരുടെ ആൾക്കാരുടെയും ജീവിതത്തെ ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എന്താണ്? ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും. ഇപ്പം ജോസ്മി ഇപ്പം നോക്കിയേ, ലിവിങ് ഓൺ ദി എഡ്ജാണ്. അവസാനത്തെ അറ്റത്ത് നിൽക്കുക, അടുത്ത കിഡ്നി പോകുന്ന കണ്ടീഷനിൽ. അല്ലെങ്കിൽ പിന്നെ കുടലും മുറിച്ചിട്ട് അതിൻ്റെ കഷ്ണം എടുത്തിട്ട് രണ്ടാമത് മൂത്രസഞ്ചി നിർമ്മിക്കണം. ഓഹോ, ഭയങ്കരമാണത് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ഓരോ അവയവങ്ങളൊക്കെ ഉള്ളപ്പോഴേ നിങ്ങളതൊക്കെ വയറിലും നെഞ്ചിലൊക്കെ തൊട്ട് ദൈവത്തോട് നന്ദി പറയണം. ആരോഗ്യമായിരിക്കുമ്പോൾ അതിനത് കേടാകാൻ വേണ്ടി നന്ദി പറയാൻ പ്രാർത്ഥിക്കാൻ കാത്തിരിക്കരുത്. ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. നിങ്ങളുടെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ ആകത്തുകയ്ക്കാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം നല്ലപ്പം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിതെല്ലാം സമർപ്പിക്കണം. കണ്ണിന് കാഴ്ച കാണാമല്ലോ, സമർപ്പിക്കണം. ഇപ്പം ഇന്നലെ ഞാനൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചത് 2 കണ്ണിൻ്റെയും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞിനൊരു 6 വയസ്സേ ഉള്ളൂ.
6 വയസ്സായപ്പോൾ തന്നെ 2 കണ്ണുകളുടെയും കാഴ്ചകൾ മങ്ങാൻ തുടങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി. ശരിക്കും പറഞ്ഞു, ഞാൻ പറഞ്ഞ കർത്താവേ, അത് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ കാഴ്ച 2 ഓപ്ഷനാണ് ഞാൻ കർത്താവിനെ കൊടുത്തത്. ഒന്നുകിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഓർത്തുകൊണ്ട് നീ ഈ കുഞ്ഞിനെ ഈ സ്റ്റാറ്റസിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണമായ കാഴ്ച കൊടുക്കണം. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സാധാരണ പ്രാർത്ഥനകളും ഉടമ്പടി പ്രാർത്ഥനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഒരിക്കൽ കൂടി അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ ശക്തി വന്ന് നിറയുവാൻ ഭൗതിക സംവിധാനങ്ങളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് മേരി പുൽവേലിൽ ജോസഫ്, സെൻറ്റ് മേരീസ് ഇടവക മുതൂർ. ഞാൻ ഇപ്പം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ഇയർ ജർമ്മനിയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഏജൻറ്റ് പറഞ്ഞു ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ വലിയ തുകയൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങളത് പ്രൊസീഡ് ചെയ്തു. ഹസ്ബൻഡിന് ആൾമോസ്റ്റ് 19 lakhs ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാനില്ലായിരുന്നു. എല്ലാം വിറ്റ് ഞങ്ങൾ ഇൻക്ലൂഡിങ് കാറ് പോലും ഉണ്ടായിരുന്ന കാറ് പോലും വിറ്റിട്ടാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി. ഹസ്ബൻഡ് അവിടെ എത്തി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഡിപ്പെൻഡൻറ്റിന് കൊണ്ടുപോകണമെങ്കിൽ 8 lakh കാണിക്കണമെന്ന്, പിന്നെ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാന്ന്. ഞാൻ എന്നിട്ടും ഞങ്ങൾ ടോട്ടലി തകർന്നു പോയി. ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ന്യൂലി മാരീഡ് ആയിരുന്നു. വിത്തിൻ 6 months ഉള്ളിൽ ഹസ്ബൻഡ് പോയി 1 month എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴേക്കും എല്ലാം തിരിഞ്ഞു മറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പൈസയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒന്നും സാധിച്ചില്ല. ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരിലൊരു കോൺവെൻറ്റിൽ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ഞാനെന്നും ചാപ്പലിൽ പോകും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. സിസ്റ്റേഴ്സ് എന്നെ അബ്സോർവ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫീലിങ്സ് അവരോട് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു നീ കൃപാസനത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കേരളത്തിനെ പറ്റി വലിയ കാര്യമായിട്ട് ഒന്നും അറിയില്ല. ബിക്കോസ് ഞങ്ങൾ സെറ്റിൽ കർണാടകത്തിലാണ്. സത്യം പറഞ്ഞാൽ മലയാളം വായിക്കാനും എഴുതാനും ഒന്നും അറിയില്ല. അപ്പം എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് പോയിട്ട് കവനൻ്റ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ഓൺലൈനിൽ ലൈവ് ധ്യാനം ഉണ്ടായിരുന്നു. അത് ഞാനൊരു 1.5 hour കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് അതിനെപ്പറ്റി സെർച്ച് ചെയ്തു. സാക്ഷ്യങ്ങൾ കുറേ കണ്ടു. ഒരാഴ്ച ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ഇരുന്ന് മനസ്സിലാക്കി, കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറയാണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്ത് പോകുവാണ്, ഇങ്ങനെ ഒരു ഉടമ്പടി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാം സാധിക്കുന്നതാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു വിശ്വാസത്തോടെ ഞാൻ പോകുവാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഞാൻ സംസാരിച്ച് അച്ഛനെ കാണാനൊരു ഭാഗ്യം കിട്ടി. 3 പ്രാവശ്യം എന്നെ പുറത്തേക്ക് വിട്ട് വന്നാലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ അച്ഛനെ കണ്ടുപോയി. അച്ഛൻ പറഞ്ഞു ധൈര്യത്തോടെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഉടമ്പടി നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതുപോലെ ബാംഗ്ലൂരിൽ ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഉടമ്പടി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ജർമ്മനിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്ന ആൾക്ക് UK പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. UK പ്രോസസ്സിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെന്ന ഒരു വിത്തിൻ 2 week ഉള്ളിൽ ഇൻ്റർവ്യൂസ് വരാൻ തുടങ്ങി. ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡായി. ആൾമോസ്റ്റ് 2 to 3 ഇൻ്റർവ്യൂസ് അറ്റൻഡായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എനിക്ക് കിട്ടും എല്ലാം. ഞാൻ ഉടമ്പടി എടുത്തു, എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചു, തല കൈവച്ച് പ്രാർത്ഥിച്ചു എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൽ 4 പാട്ടായിരുന്നു. അതിനകത്ത് ഞാൻ സെലക്ട് ആയില്ല. നെക്സ്റ്റ് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ 2 week ഉള്ളിൽ വീണ്ടും ഇൻ്റർവ്യൂ വന്നു. അതും എനിക്ക് കിട്ടിയില്ല, രജിസ്ട്രേഷൻ ഇല്ലാത്ത കാരണം കിട്ടിയില്ല. 3ാമത്തതും 4ാമത്തതും അങ്ങനെ തന്നെ പോയപ്പോൾ ഞാൻ ടോട്ടലി അപ്സെറ്റ് ആയി. ബിക്കോസ് ഞാൻ ഉടമ്പടി തന്നെ നിർത്തിയാലോ എന്ന് തോന്നി. ബിക്കോസ് ഞാൻ എടുത്തൊരു ഉടമ്പടി തെറ്റായോ, ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റാണോ? ബിക്കോസ് ഇവിടെ മലയാളം പ്യൂർലി എനിക്ക് അറിയില്ല എഴുതാനും വായിക്കാനും. അപ്പം പറഞ്ഞത് എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്സ് ആയിട്ട് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊരു ചിന്തയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞൊരു വേറൊരു ചേച്ചി ഉണ്ടാകുന്ന കർണാടകത്തിൽ. ആ ചേച്ചിയോട് സംസാരിച്ച് ചോദിച്ചപ്പം കുറച്ച് തിരുത്താനുണ്ടായിരുന്നു. തിരുത്തി ഞാൻ വീണ്ടും ആഴമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കൈവിടാണ്ട് വീണ്ടും ഉടമ്പടി ഒരു ദിവസം പോലും ബ്രേക്ക് ചെയ്തില്ല. 5ാമത്തെ ഇൻ്റർവ്യൂ ഞാൻ സെപ്റ്റംബർ 8ാം തീയതിയുടെ ഉള്ളിൽ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വ്യവസ്ഥയാക്കി തരണമെന്ന്. ഇത് ജോലിയൊന്നും ആവാത്ത സ്ഥിതിക്ക് ഞാൻ എഡ്യൂക്കേഷനും കൂടി അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് ഡിഗ്രിയിലും പിന്നെ PGയിലും ഡിസ്റ്റിങ്ഷൻ ഉള്ള കാരണം അവർ പറഞ്ഞു അപ്ലൈ ചെയ്യാം, പക്ഷേ PUയിൽ
ഇംഗ്ലീഷിൽ മാർക്സ് കുറവുള്ള കാരണം മേ ബി കിട്ടാൻ കുറവാണ്, 99% IELTS ഇല്ലാണ്ട് കിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും രണ്ടിടത്തിൽ എന്തെങ്കിലും ഒരു മിറാക്കൽ എൻ്റെ ജീവിതത്തിൽ നടത്തിയേ പറ്റൂ, അമ്മയുടെ സാക്ഷിയാക്കി തീർത്തേ പറ്റൂ, അല്ലാണ്ട് വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല. ബിക്കോസ് അവിടെ ഇവിടെ നിന്ന് ജീവിക്കാനുള്ളതല്ലല്ലോ ജീവിതം എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഫൈനലി ഞാൻ സെപ്റ്റംബർ 8 മാതാവിനോട് ഞാൻ പറഞ്ഞു, ഈ കൊന്തയും പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ സ്വത്തായിട്ട് ഈ കൊന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല. ബിക്കോസ് ഈ ഒരു കടത്തിൻ്റെ കാരണം ഹസ്ബൻഡ് തന്നെ വർക്ക് ചെയ്ത് എവിടെ എത്തില്ല, എല്ലാവരുടെ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും, വീട്ടിൽ പോകാൻ പറ്റില്ല, എവിടെ ആരുടെ അടുത്തും ഫേസ് ചെയ്യാൻ പറ്റില്ല, റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ എല്ലാവരും ഞങ്ങൾ അകറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഓപ്ഷൻ, എന്തെങ്കിലും ഒരു മാർഗം കാണിക്കാണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. വിത്തിൻ 8th ഞാൻ പ്രാർത്ഥിച്ചു. 9th എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 11th ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ബിക്കോസ് അന്ന് ഞാൻ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, എൻ്റെ മെറിറ്റും കൂടെ ഒന്നും സാധിച്ചില്ല, 4 ഇൻ്റർവ്യൂ ഞാൻ എന്നെ കൊണ്ട് ഒന്നും സാധിക്കാത്ത കാരണം 4 ഇൻ്റർവ്യൂ പോയി. 5ാമത്തെ ഇൻ്റർവ്യൂ മാതാവിന് വേണ്ടി വിട്ടേക്കുവാണ്. മാതാവിൻ്റെ കൃപയാൽ എനിക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി, ഇല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയും കൂടി എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരുക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് 11th തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡായി. ഈവനിങ് എനിക്ക് ഓഫർ ലെറ്റർ ജസ്റ്റ് സാമ്പിളായിട്ട് അയച്ചു തന്നു. നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. വിത്തിൻ എ വീക്കിൽ COS അയച്ചു തന്നു അവർ. അത് കഴിഞ്ഞിട്ട് 28th ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് മിറാക്കൽ എന്ന് പറയുമ്പോൾ വിത്തിൻ 4 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ കയ്യിൽ വന്നു. 3 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ പ്രൊസീഡ് ആയി എന്ന് പറഞ്ഞ് വന്നു. 4ാമത്തെ ദിവസം എൻ്റെ കയ്യിൽ വിസ അടിച്ച് കിട്ടി. ഇവൻ ഞങ്ങളുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത ഏജൻസി പോലും ഷോക്ക് ആയിരിക്കുവാണ്. ബിക്കോസ് 15 days ആകും വിസ കൈ കിട്ടും, ഇല്ലെങ്കിൽ 7 days ആകുമെന്ന് പറഞ്ഞു. പക്ഷേ വിത്തിൻ 4 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു മിറാക്കൽ പോലെ എൻ്റെ കയ്യിൽ വിസ കിട്ടി. അതിന് വേണ്ട അമൗണ്ട് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പോകാൻ വേണ്ടിയിട്ട്, ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ബാങ്ക്സ് ഞങ്ങൾ ബാങ്കിലെ ലോണിൻ്റെ കാര്യത്തിനായിട്ട് നടന്നു. ബിക്കോസ് എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ, ഹസ്ബൻഡ് എഡ്യൂക്കേഷൻ ലോൺ ഉള്ള കാരണം സിവിൽ സ്കോർ ടോട്ടലി ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ നിന്ന് ലോൺ കിട്ടിയില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്ന് വരുമ്പോൾ ഒരു ഉറപ്പും കിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, നമുക്ക് കൈവിടേണ്ട, ഒരു ബാങ്ക് കൂടി ബാക്കിയുണ്ടല്ലോ, അതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് വിളിച്ചു. ചോദിച്ച ചെറിയ തുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഇരട്ടിയായിട്ട് ലോൺ അവർ പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് മൺഡേ ഞാനത് റിസീവ് ചെയ്തു. അതുപോലെ തന്നെ ജോലി കിട്ടി വിത്തിൻ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ. IELTS ഇല്ലാണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ MSW ആണ് ഇവിടെ ചെയ്തത്. ഞാൻ MSc സൈക്കോളജിയാണ് UK ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. എനിക്ക് വിത്തിൻ ഓഫർ ലെറ്റർ കിട്ടി. വിത്തിൻ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ IELTS ഇല്ലാണ്ട് എനിക്ക് UK യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് അതാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ ജോലിയുടെ പ്രൊസീഡ് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് 8 ഇയർ 7 to 8 ഇയറിലുണ്ട് നിയർലി എനിക്ക് PCOD ഉണ്ടായിരുന്നു. PCOD എന്ന് പറയുമ്പോൾ പീരിയഡ്സ് ഇറഗുലർ ആയിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ അടിവയറ്റിൽ മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ ഇവിടുന്ന് പോയി 13 ഡേയ്സിൻ്റെ ഉള്ളിൽ. അന്ന് ഞാൻ 5:30 ഞാൻ പ്രെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സിംറ്റംസും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ മെഡിക്കൽ ഫീൽഡായിരുന്നു. എനിക്ക് അറിയാം എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയുന്ന കാരണം എനിക്ക് ഒരു സിംറ്റംസും ഇല്ല. സഡൻലി എനിക്ക് ഒരു പീരിയഡ്സിൻ്റെ എല്ലാ സിംറ്റംസും വന്നു. അന്ന് സെയിം ഡേ പീരിയഡ്സ് ആയി. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് റെഗുലറായിട്ട് നടന്നുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പരിശുദ്ധാത്മാവിൽ എൻ്റെ വരത്താൽ എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ബിക്കോസ് ഞാൻ ഒത്തിരി അഗ്രസീവ് ഒരു പെണ്ണായിരുന്നു, ഒത്തിരി ഷോർട്ട് ടെമ്പർ ആയിരുന്നു. എനിക്ക് അരിശം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കില്ല. അപ്പോൾ സംടൈം ഞാൻ വിചാരിക്കും ഞാൻ എഡ്യൂക്കേറ്റഡ് ആണെന്ന്. അത്രയ്ക്ക് ഞാൻ തരം താണ്ട രീതിയിൽ ഞാൻ സംസാരിക്കുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ അതിനകത്ത് നീ എല്ലാം മാറ്റിയെടുത്തു. റീസെൻ്റ്ലി ഹസ്ബൻഡ് പറഞ്ഞു, നിൻ്റെ സ്വഭാവത്തിൽ നീ ടോട്ടലി മാറിയിട്ടുണ്ട്, നീ ഫസ്റ്റത്തെ മേരിയെ അല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ നേരത്താണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാൻ നേരത്ത് പ്രൊട്ടസ്റ്റൻസ് ഒത്തിരി ഉള്ള കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ പോയി പത്രം കൊടുക്കാൻ നേരത്ത് അവർ പറയുമായിരുന്നു, ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ എന്ന്. സോ ഞാൻ പറയുക, അപ്പം ഞങ്ങൾ ഒത്തിരി ഓരോരുത്തരും വേണ്ടെന്ന് നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഓരോരുത്തരും മേടിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇട്ട് കളയുന്നു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വരുന്നു. വീണ്ടും ചില സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൊടുത്തപ്പം ഒരു ദിവസം ഞാൻ വേസ്റ്റ് കളയാൻ പോയപ്പോൾ വേസ്റ്റ് ബോക്സിലുണ്ട്, ഞാൻ അതിനകത്ത് വേസ്റ്റ് ബോക്സിൽ നിന്ന് ഞാൻ ആ പേപ്പർ എടുത്തിട്ട് വന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം ചെയ്യാനായിട്ടാണെങ്കിലും എനിക്ക് വേറൊരു ഓപ്ഷൻ കിട്ടാത്ത കാരണം ഞാൻ റോഡിനരികിലുള്ളവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അവിടെ ഫ്രീ ട്യൂഷൻ എടുക്കുമായിരുന്നു. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ തൈലം കൊണ്ടാണെങ്കിലും ഞാൻ ഒത്തിരി സാഹചര്യത്തിലാണെങ്കിലും ഞാൻ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്ത് ബോഡി പെയിനാണ്, നീൽ പെയിൻ ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ നേരത്തും ഞാൻ എൻ്റെ നീലിൽ ഞാൻ ഉടമ്പടി തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ സംടൈം ശ്വാസം മുട്ടലൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ വെതറിന് അനുസരിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡോട് നെക്സ്റ്റ് ഡേ ചോദിക്കാൻ നേരത്ത് എല്ലാം ഹീലായി എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര ഒരു നല്ലൊരു സ്ഥലത്ത് ഞാൻ വന്ന്
പ്രാർത്ഥിക്കാനൊരു കൃപ തന്നേനെ. ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എൻ്റെ പേരൻസ് വഴക്ക് പറഞ്ഞു, നീ ആരോട് ചോദിച്ചിട്ടാണ് നീ അങ്ങോട്ട് അത്ര ദൂരെ പോയെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവർ ഹാപ്പിയാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പം അവർ വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് കർണാടകത്ത് ഈ കൃപാസനത്തിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഈ ഒരു ഞാൻ മാതാവിനോട് പറയാമെന്നു, എൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എത്ര ആൾക്കാർക്ക് ലൈക്ക് അവർ മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ്. എന്നെ ഒരു സ്ഥിര സാക്ഷിയാക്കി തീർക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദിവ്യ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.